ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും ദൈവിക സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എത്രയോ പേർക്ക് ലഭിക്കാത്ത ഒരു മഹാഭാഗ്യമാണ് ഈ കാലഘട്ടത്തിൽ, ഈ യുഗത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യേശുവിനെ അറിയാൻ പറ്റിയതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ആമേൻ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ എനിക്ക് യേശുവിനെ അറിയാൻ പറ്റി. ആ യേശു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആ യേശുവുമായിട്ട് എനിക്കൊരു നല്ല ബന്ധമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങളെയൊക്കെ നോക്കി ഞാൻ വിലപിക്കുന്നതിന് പകരം എൻ്റെ ഈ ലോക ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അത്ഭുതം തരുന്നത് യേശു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവൻ്റെ വചനം എന്നെ ബലപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ അത്ഭുതങ്ങൾ എന്നെ ഓരോ ദിവസവും അവൻ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ മാസം തുടർമാനമായും യേശുവിന്റെ അത്ഭുതങ്ങളെ കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തെയും മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതത്തിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. സമയ പരിധി മൂലം അതിന്റെ തുടക്ക വാക്യം മാത്രം വായിച്ചിട്ട് അല്പസമയം നിങ്ങളുടെ മുമ്പിൽ ഒരു തിരുവചനം ഷെയർ ചെയ്യുവാൻ സ്വർഗത്തിൽ ആശ്രയിക്കുന്നു. അവൻ വീണ്ടും സോരിന്റെ അതിർവിട്ട് സീദോൻ വഴി ദെക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടപ്പുറത്ത് വന്നു. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. അവനെ പുരുഷാരത്തിൽ നിന്നും വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എബഥ എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എബഥ തുറന്നു വരിക എന്ന് പറയുവാൻ എത്ര പേർക്ക് തന്റെ ഇടമുണ്ട്? എന്റെ ജീവിതത്തിൽ പൈശാചിക മണ്ഡലങ്ങൾ പിടിച്ചു വെച്ച അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ എബഥ തുറന്നു വരിക. ഈ മാസം ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, എബഥ 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 യേശുവിന്റെ നാമത്തിൽ എബഥ തുറന്നു വരിക. അവൻ വിക്കനായ ചെകിടനായ ഒരു വ്യക്തിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിടുതൽ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ചെകിടനാണ്, വിക്കനാണ്. അവനെ അവിടെ നിന്നും ഊരിന് പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി യേശു അവൻ സൗഖ്യമാക്കി. ഇന്ന് പകൽക്കാലം നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നീ ചിന്തിക്കാത്ത സമയത്ത്, നീ നിരൂപിക്കാത്ത സമയത്ത് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന അവന്റെ പേരത്രേ നസ്രയനായ യേശു. ആ യേശു അവന്റെ തിരുവായി മൊഴിഞ്ഞ് വിളിച്ചു പറഞ്ഞ പദമാണ് എബഥ തുറന്നു വരിക. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പുറപ്പെ അഭിഷിക്തന്മാരെ, ഏത് മേഖലയിലാണോ നിങ്ങൾ തകർന്നു കിടക്കുന്നത്, ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് പ്രതീക്ഷ അറ്റുപോയത്, ആ മേഖല ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം പ്രവർത്തിച്ച് എബഥ തുറന്നു വരട്ടെ എന്ന് ആത്മാവിൽ പ്രവചിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ കേട്ട വാക്യത്തിന്മേലുള്ള ദൈവപ്രവൃത്തികൾ നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.